സിൽവർ അഥവാ വെള്ളി അതിന്റെ വിലയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ആണ് ഏറ്റവും കൂടുതൽ. AI ചിപ്സ്, സെമി കണ്ടക്ടർ എക്യുപ്മെന്റ്സ്, ഇങ്ങനെ തുടങ്ങിയ സൺറൈസ് ഇൻഡസ്ട്രീസിലുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ഏകദേശം നല്ല ഉപയോഗം കൂടി വരുന്നുണ്ട്. ഏകദേശം 40% വെയിറ്റേജോളം നമുക്കതിന് കൊടുക്കാം. പിന്നെ വരുന്നത് ഫെഡ് മോണിറ്ററി പോളിസി, അതായത് US-ന്റെ റിസർവ് ബാങ്കിന്റെ പോളിസീസ്, അത് 25% കൊടുക്കാം. പിന്നെ US ഡോളറിന്റെ വില അത് 20%-ഓളം കൊടുക്കാം. പിന്നെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അതായത് യുദ്ധങ്ങൾ അവയെല്ലാം കൂടി അതിനെ പുഷ് ചെയ്യാം. 15% വെയിറ്റേജ് കൊടുക്കാം. സോഴ്സസ് ഡിമാൻഡ് സപ്ലൈ, ഈ സോഴ്സസ് ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുമ്പം സിൽവർ എന്ന് പറയുന്നത് ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, മൈനിങ്ങിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് അത് ലിമിറ്റഡ് ആണ്. പക്ഷെ ഇപ്പോൾ വില കൂടി വരുമ്പോൾ റീസൈക്ലിംഗിൽ നിന്ന് വരുന്ന സിൽവറിന്റെ പ്രൈസ് അതിനെ ബാധിക്കും. അതായത് നല്ല രീതിയിലാണ് കുറയാൻ സാധിക്കും. പിന്നെ ജ്വല്ലറി ഡിമാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 10%-ഓളം വരും. ഇതാണ് അതിന്റെ ഒരു വെയിറ്റേജ്. ഈ രീതിയിലാണ് സിൽവറിന്റെ വില. എന്നാലും ലോങ് ടേം ഡിമാൻഡിൽ അത് കൂടാനാണ് സാധ്യത. അതുകൊണ്ട് വില കയറ്റം പ്രതീക്ഷിക്കാം, പക്ഷെ ടർബുലൻസ് ഉണ്ടാവും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അഡ്വൈസ് ആവശ്യമാണെങ്കിലും ഇൻഫർമേഷൻ ഇങ്ങോട്ട് തരാനാണെങ്കിലും കമന്റ്സിൽ ഇടാവുന്നതാണ്. താങ്ക് യു.